ഇംഗ്ലീഷ് വിത്ത് എസ് കെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള 2 സെന്റൻസുകൾ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസിന്റെ ലക്ഷ്യം. വരും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. രാജീവ് ആസ്ക്സ് ഹൗ ഓൾഡ് ഈസ് ജീവൻ. He asked me, are you coming with me? രാജീവ് ആസ്ക്സ്, ഇവിടെ വെർബ് ആസ്ക്സ് സിമ്പിൾ പ്രസന്റിലാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് പാസ്റ്റ് വെർബായിരുന്നു. ഇത് സിമ്പിൾ പ്രസന്റിലാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിലാകുമ്പോൾ ഈ സെന്റൻസിനകത്ത് വരുന്ന വെർബിന്റെ ടെൻസിന് മാറ്റം വരില്ല എന്നതാണ് നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ട കാര്യം. നമുക്കിത് ആദ്യം എഴുതാം. രാജീവ് ആസ്ക്സ്. ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്? ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിച്ചു. അതുകൊണ്ട് ഇവിടുത്തെ കണക്റ്റിംഗ് വേർഡ് ഹൗ എന്ന് തന്നെ എഴുതണം. രാജീവ് ആസ്ക്സ്, ആരോട് ചോദിച്ചു എന്ന് വേണമെങ്കിൽ എഴുതാം. ജീവനോടാണ് ചോദിച്ചത്. അപ്പോൾ രാജീവ് ആസ്ക്സ് ജീവൻ എന്ന് നമുക്ക് ഇവിടെ എഴുതാം. രാജീവ് ആസ്ക്സ് ഹൗ, എന്താ ചോദിച്ചത്? പ്രായമെത്ര? ഹൗ ഓൾഡ്. ആരോടാ ചോദിച്ചത്? ജീവനോട്. ഹൗ ഓൾഡ്? ജീവൻ എന്നാണ് എഴുതേണ്ടത്. ഹൗ ഓൾഡ് ജീവൻ. ഇനി നമുക്കിവിടെയുള്ള ഏതാ? ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. ഈ ഓക്സിലറി വെർബ് അവസാനം വരണം. ഇവിടെ ഈസ് സാധാരണ ടെൻസ് മാറണമായിരുന്നു. ഈസ് ടെൻസ് മാറി വാസ് എന്നാകണമായിരുന്നു. പക്ഷെ ഇവിടെ മെയിൻ വെർബ് പ്രസന്റിൽ വന്നതുകൊണ്ട് ഈ പ്രസന്റ് രൂപത്തിന് മാറ്റമില്ല. ഹൗ ഓൾഡ് ജീവൻ ഈസ്. ചോദ്യചിഹ്നം വേണ്ട. മറ്റൊരു ക്വസ്റ്റ്യൻ, ഹി ആസ്ക്ഡ് മീ, അയാൾ എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ ആർ യു കമ്മിങ് വിത്ത് മീ എന്നാണ്. നമുക്ക് ഈ ഭാഗം അങ്ങോട്ട് എഴുതാം. ആദ്യം he asked me. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്ററോഗേറ്റീവ് ആണ്. ഓക്സിലറിയിൽ ആരംഭിച്ചത്. ഇവിടെ നമുക്ക് ആൻസർ എഴുതുമ്പോൾ എന്ത് ഉപയോഗിക്കാം? ഇഫ് ഓർ വെദർ എന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യണം. ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ആസ്ക്ഡ് മീ വെദർ, നമ്മൾ വേറൊരിടത്ത ഇഫ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെദർ എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കാം. വെദർ എഴുതാനുള്ള കാരണം മനസ്സിലായല്ലോ. ഇതെന്താണ്? ഓക്സിലറിയിൽ ആരംഭിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വെദർ. ഇനി ആരോടാ ചോദിച്ചത്? എന്നോടാണ്. അപ്പൊ ഈ കണക്റ്റിംഗ് വേർഡ് കഴിഞ്ഞ് ഈ സബ്ജക്ട് വരണം. ഇവിടെ യു എന്ന് പറയുന്ന ആരാ? ഞാൻ. അപ്പോൾ ഈ സെക്കൻഡ് പേഴ്സൺ ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറി. വെദർ ഐ. ഇനി അടുത്തൂടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ആർ കമ്മിങ് എന്നതാണ് അല്ലേ? ആർ കമ്മിങ്. അതുകൊണ്ട് ടെൻസ് പറഞ്ഞ ആസ്ക്ഡ് ആണ്. ഇതെന്താണ്? പാസ്റ്റ്. അതുകൊണ്ട് ഇത് വെയർ കമ്മിങ് ആകണം. പക്ഷെ ഇവിടെ സബ്ജക്ട് ഏതാ? ഐ. ഇവിടെ എന്തെഴുതും? ആർ എന്നത് ഇവിടെ വാസ്. ഐ വാസ്. ഇനി കമ്മിങ് എന്നത് ഗോയിങ് എന്നാണ് എഴുതേണ്ടത്. ഗോയിങ്. ഇവിടെ കമ്മിങ് എന്നല്ല. പോകുമോ, അയാൾ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തു പറയുന്നു? പോകുമോ എന്ന് ചോദിച്ചു എന്നാണ് കാണിക്കേണ്ടത്. ഐ വാസ് ഗോയിങ് വിത്ത്. ആരോട്? എന്നോട്. ആരോട്? ഹി, അവനോട്. അപ്പോൾ ഇവിടെ മീ എന്നത് വിത്ത് ഹിം എന്നാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഈ ചോദ്യം ആൻസർ ചെയ്യുന്ന രീതി. താങ്ക് യു. എല്ലാവരും ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടൊപ്പം നന്നായി പഠിച്ച പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങട്ടെ എന്ന ആശംസകളോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും.